ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഹൈദരാബാദ് റോഡിലാണ്. ഇപ്പോൾ ഇനിയുള്ളത് ഹൈദരാബാദിക്ക് ഏകദേശം ഇവിടെ കാണുന്നുണ്ട് 264 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഹൈദരാബാദിക്ക്. അപ്പോൾ ഓൺ ദ വേ ആണ് ഹൈദരാബാദിക്ക്. ഇത് 6ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. 9ത്തെ എപ്പിസോഡൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയിട്ട് കണ്ടിട്ട് വരിക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഞാൻ ഇൻസ്റ്റ ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളെ കൂടെ ഉള്ളത് ജോബിലാണ്. ജോബിൽ ഇൻസ്റ്റ ഐ ഡി താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് മുതൽ കണ്ടുകൊണ്ടിരിക്കുക. അവസാനം വരെ കാണുകയാണെങ്കിൽ ഞങ്ങൾ എന്തിനാണ് പോകുന്നത്, എന്താ സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ജോബിൻ്റെ നാട്ടുകാരാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. 264 കിലോമീറ്റർ ഇനി കവർ ചെയ്യണം. ഇപ്പോൾ കുറച്ച് മുമ്പ് ഞങ്ങൾ പെട്രോൾ പമ്പ് ലോക്കായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്ന് ലോക്കായിട്ടുണ്ടായിരുന്നു, അത് ക്ലിയറായി. ഞങ്ങൾക്ക് ATM കാർഡ് ഇല്ലായിരുന്നു, ഇവിടെ സ്കാനിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ബാഗത്തൊക്കെ ATM കാർഡ് കിട്ടി. അപ്പോൾ അങ്ങനെ പെട്രോളൊക്കെ അടിച്ചു കിട്ടോ. അപ്പോൾ ചെയിനിന് ഇപ്പോൾ ഒരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ചെയിൻ ലൂബ് അടിക്കണം. അപ്പോൾ ഇനി അടുത്ത ജംഗ്ഷനിൽ ചെയിൻ ലൂബ് തപ്പണം, അത് കിട്ടണം, അടിക്കണം. എന്നിട്ട് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 264 കിലോമീറ്റർ ഉണ്ട്. എത്തുക ഏകദേശം നമുക്കിനൊരു നമ്മൾ പോകുന്ന സ്പീഡ് വെച്ചാൽ നമുക്ക് ഒരു 5-6 മണിക്കൂർ നമ്മൾ എടുക്കും. 5-6 മണിക്കൂർ. യെസ്, 5-6 മണിക്കൂറിനുള്ളിൽ എത്തും. ഞാൻ കരുതുന്നത് നമ്മൾ മിനിമം ഒരു 6 മണിയില്ലേ, 8 മണി മുമ്പ് ഇവിടെ എത്തണമെന്നാണ്. അതെ, 6 മണി 7 മണി ഇവിടെ എത്തണമെന്നാണ്. കാരണം ഇന്നും ഞങ്ങൾ റൂമിൽ എത്തുമ്പോൾ പൊതുവേ 9 മണി 10 മണിനുള്ളിലേക്കായിട്ട് എത്തൽ. പക്ഷേ ഇത് നമുക്ക് ശരി നേരത്തെ എത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി പോണ വഴിക്കിന് ചെയിൻ ലൂപ്പൊക്കെ അടിക്കണം. ടൈം എങ്ങനെയാവും എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഗൈസ് സ്റ്റേ ട്യൂൺഡ്, വെയിറ്റ് ചെയ്യാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഓക്കെ. Gotta get out of here tonight. Oh, I wanna run off and fly. And I'll tell myself it's fine to be alone, just to find somewhere that finally feels like home. Oh, 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 I hate all this. ഗായ്സ്, നമ്മൾ അടുത്തൊരു പെട്രോൾ പമ്പ് കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ ലൂബ് ഉണ്ടെന്നുള്ള ബോർഡ് കണ്ടു. അവിടെ കയറുക കേട്ടോ. ഇനി ക്യാഷായിട്ട് കയ്യിലില്ല. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്വൈപ്പ് ചെയ്ത് ചെയ്യാമല്ലോ. ഒന്ന് നോക്കട്ടെ കേട്ടോ, അവിടെ ചോദിച്ചോട്ടെ ഗായ്സ്. അപ്പോൾ ഇവിടെ ലൂബ് എന്ന് പറഞ്ഞ ബോർഡൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എന്താണെന്നവർക്ക് അറിയില്ല. അതെ, അതെന്ത് ലൂബാണോ? ലൂബ് എന്ന് വെച്ചപ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ സാധനം, എന്താ പ്രശ്നമൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, അപ്പോൾ ഇനി എന്തായാലും നെക്സ്റ്റ് നോക്കാമെന്ന് കരുതി. നെക്സ്റ്റ് അത്യാവശ്യം വലിയ ജംഗ്ഷന് കിട്ടണം. കാരണം നമുക്ക് സ്വൈപ്പിങ്ങോ അല്ലെങ്കിൽ ഗൂഗിൾ പേയോ സ്കാനിങ്ങോ എന്തെങ്കിലുമൊക്കെ കിട്ടണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. പെട്രോൾ പമ്പൊക്കെ കിട്ടില്ല. പക്ഷേ ഇവർക്കൊക്കെ എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷനൊക്കെ കുറവാന്ന് തോന്നുന്നു. ഇവർക്ക് ലൂബ് എന്താണെന്നും കൂടി അറിയില്ല. നമ്മളവരെ കളിയൊക്കെ അല്ല, പക്ഷെ അവരോട് എഴുതി വെച്ച സ്ഥിതിക്ക് അതെ, അതൊക്കെ അറിയേണ്ടതാണ്. അതെ, എന്നാലും നമുക്ക് പോലെ KTM സർവീസ് എവിടെ നോക്കട്ടെ. KTM സർവീസ് അപ്പം നമുക്ക് അവിടെ നിന്ന് രൂപം കുടിച്ചത്. Overthinking, oh, 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 oh. The more I swim, the more I'm sinking. Take me to a world of silver. No more heartbreaks, tears, painkillers. Take me somewhere unfamiliar. Bring me back to where we started out. Get me out of now. ഗായ്സ്, നമ്മളേ വണ്ടി ഒന്ന് നിർത്തി. ഒരു 120-130 കിലോമീറ്റർ ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ. നമുക്ക് ലൂബൊക്കെ നോക്കി വരുമായിരുന്നു. ഇടയ്ക്ക് നിർത്തുന്നുണ്ട്, പക്ഷേ നമ്മൾ ടയർഡാകുമ്പോൾ നിർത്തും. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ്. അപ്പോൾ ഇവിടുത്തെ കൃഷികൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എന്താ കൃഷികളെന്നൊക്കെ അത് ഇങ്ങോട്ട് അടുത്തത് കാണിച്ചു തരാം കേട്ടോ. ജോബിലേ, നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ സേഫ് ആയിരിക്കൂലേ? ബാഗും കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ടിരിക്കൂലേ? ബാഗ് കടുകനെയാണോ അതോ മറ്റേ സാധനം? കടുകല്ലേ? കടുകല്ല. ഇത് മൊത്തം കൃഷി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ പയറാ കേട്ടോ. കൃഷി തോരപ്പയർ പോലുള്ള സംഭവം കേട്ടോ. ഇതാർക്കെങ്കിലും അറിയെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യാം കേട്ടോ, ഈ കൃഷി എന്താന്നുള്ളത്. ഉണ്ടോ? ഇത് മഞ്ഞ പൂവൊക്കെ ഉണ്ട്. പിന്നെ ഇതേ സൈഡിൽ നേരെ അപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ റോഡ് സൈഡിലും സംഭവം ഉണ്ട്. നമുക്ക് ഇപ്പുറത്ത് കയറുമ്പോൾ കാണാം. ഞങ്ങൾ ഫസ്റ്റ് ഇത് കടുക് വന്നതാണ്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ കടുക് കൃഷിയല്ല, ഇത് വേറെ എന്തൊക്കെയാണ്.
അപ്പോൾ അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും മനസ്സിലാവണില്ല. ഇഷ്ടംപോലെ പൂക്കളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ചെറിയൊരു പയറുണ്ട് ഇവിടെ, പയറ് പോലെ കാണുന്നുണ്ട്. എന്തായാലും ഇതറിയുന്നവർ താഴത്ത് കമൻറ്റ് ചെയ്യുക, ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് താഴത്ത് കമൻറ്റ് ചെയ്യാം കേട്ടോ, അറിയുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഇനി തിരിച്ച് നമ്മൾ വണ്ടിയെടുത്തേക്ക് പോകണം. വണ്ടി അവിടെ തന്നെ ഉണ്ട്. വണ്ടിയെടുത്ത് പോയി വണ്ടിയെടുത്ത് ഇനിയും കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട്. സൈഡിൽ തന്നെ ഇട്ടേക്കാം. അടിപൊളി റോഡല്ലേ ഗൈസ്, റോഡ് കണ്ടോ, ഒരു രക്ഷയില്ലാത്ത റോഡല്ലേ. അതെ, അത്ര മാറിക്കോ. നമ്മുടെ റോഡൊക്കെ ഒന്നുമല്ല. അതെ, നമ്മുടെ റോഡൊക്കെ അപേക്ഷിക്കുമ്പോൾ ഇതൊക്കെ സ്വർഗമല്ലേ. പിന്നെ ഒരു രക്ഷയില്ല റോഡ്. വണ്ടി സീനൊന്നുമില്ല ഇതുവരെ. ശരിക്കും നമ്മൾ വണ്ടിയുടെ പെർഫോമൻസ് അറിയണമെങ്കിൽ ഇങ്ങനെ ലോങ് ഡ്രൈവ് ഒക്കെ വന്നാലേ നമുക്ക് വണ്ടിയുടെ പെർഫോമൻസ് ഒക്കെ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ വണ്ടിയെ കുറിച്ചൊക്കെ വണ്ടി അടിപൊളിയാ, കുഴപ്പമൊന്നും. രണ്ടാൾ വെച്ചാൽ വണ്ടി 120 നമുക്ക് അടിക്കാൻ പറ്റുന്നുണ്ട് വണ്ടിയിൽ. അതെ അതെ, നമ്മൾ അത്രയ്ക്ക് അലൗഡ് ആയ റോഡിൽ മാത്രമേ അടിക്കുന്നുള്ളൂ. പിന്നെ ചില സമയത്തൊക്കെ നിങ്ങൾക്ക് ഞങ്ങളതിൽ മാസ്ക് കാണില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, നമ്മൾ വേറെ ആളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല. പിന്നെ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ വോയിസ് അത്ര ക്ലിയർ ആവില്ല, നിങ്ങൾക്ക് സംസാരിക്കുന്ന വോയിസ് അത്ര ക്ലിയർ ആവില്ല. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റും മാസ്ക് ഒന്നിച്ചിട്ട് എനിക്ക് സഫക്കേഷൻ എടുക്കും, ഭയങ്കര പ്രശ്നമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ മാസ്ക് യൂസ് ചെയ്തത്. വൈൽ ഡ്രൈവിങ് ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ കുറച്ച് പബ്ലിക്കായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ മാസ്ക് ഒക്കെ ഇട്ട് സെറ്റ് ആവുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് നമുക്ക് ഒരു ആവശ്യം വരുന്നില്ല. അതെ അതെ അതെ, നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ റൂം എടുക്കണം, നമ്മൾ മാത്രമേ ഉള്ളൂ, മിങ്കിളായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസ്ക് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് മാസ്ക് യൂസ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മാസ്ക് ഇല്ല. നമ്മളൊരു 10 പേരെ കണ്ടാലും 2 പേർക്കൊക്കെ മാസ്ക് ഉള്ളൂ, ബാക്കി ആർക്കും മാസ്ക് ഇല്ല. റോഡിലാണെങ്കിൽ ഹെൽമെറ്റ് ഇല്ല പലർക്കും. ഇവിടെയൊക്കെ ഈ ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് ഹെൽമെറ്റ് ഉണ്ട്, പക്ഷെ ചെറിയ ചെറിയ ജംഗ്ഷനിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആർക്കും ഹെൽമെറ്റും കാര്യങ്ങളൊന്നുമില്ല. ഹെൽമെറ്റ് ഇല്ലാതെ ഒരാൾ പോയി. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾക്കൊന്നും ഹെൽമെറ്റ് ഇല്ല. അപ്പോൾ ഹെൽമെറ്റൊക്കെ എല്ലാവരും വെച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കാം. ഇത് ചിലപ്പോൾ ഇവരുടെ നാടായതുകൊണ്ടായിരിക്കാം, ഇവർക്ക് സീനിലായിട്ടായിരിക്കും ഇഷ്ടംപോലെ വണ്ടികൾ ഹെൽമെറ്റ് ഇല്ലാതെ കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ വിൻഡോസിലെ പഴയ വിൻഡോസ് ഇല്ലേ കമ്പ്യൂട്ടർ, അതിനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ വരുന്നത് അത് പറഞ്ഞ അതെ അതെ അതെ, ആ ഫോട്ടോ കാണുന്ന അതേപോലെ ഉണ്ട് ഈ സ്കൈയും ഈ ഇതൊക്കെ കാണുന്നത്. പക്ഷെ അത് ഇന്ത്യയിൽ നല്ല ഫോട്ടോ അല്ല. അപ്പോൾ നമ്മൾ രാവിലെ ഫില്ല് ചെയ്തൊന്നും വാട്ടർ ഉണ്ട്, ഇതുവരെ കുടിച്ചിട്ടില്ല, ദാഹമൊന്നുമില്ല. കാരണം അത്രയ്ക്ക് ചൂടൊന്നുമില്ല, നല്ല പ്യൂർ ക്ലൈമറ്റ് ആണ്, തണുത്ത കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വണ്ടി പോകുമ്പോൾ നമ്മൾ എപ്പോഴും വൈസർ യൂസ് ചെയ്യാം. പിന്നെ വൈസർ നോക്കി നിൽക്കുകയാണ് ഫുള്ള് ഈച്ചയും പാറ്റയും ഒന്ന് അടിച്ച് ചത്തേൻ്റെ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇത് കണ്ടോ, ഫുള്ളതാണ്. സോ ബൈക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ വൈസർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അത് നല്ല നല്ല ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പം അങ്ങനെയാണ് ഗൈസ്. അപ്പം ഇനി കുറച്ച് വെള്ളം കുടിക്കണം, വീണ്ടും യാത്ര. ഗായ്സ്, നമ്മളൊരു KL വണ്ടിയാണ് കേട്ടോ, ഒരു കാറ്. അപ്പോൾ അവർ കൈ കാണിച്ചു, അവർ ഓണൊക്കെ അടിച്ചു കേട്ടോ. അപ്പോൾ അവിടെ കൊല്ലത്തെ വണ്ടിയാണ്. കൊല്ലത്തെ വണ്ടിയാണ്. അവിടെ സംസാരിക്കാൻ കിട്ടണമെങ്കിൽ നമുക്ക് സംസാരിക്കാം കേട്ടോ. നമുക്കൊന്ന് അവിടെ ചൂട്ടാൻ പറ്റും നോക്കാം. അവർ പുറകിലുണ്ട്. ടോൾ ബൂത്താണ്, ടോൾ ബൂത്ത് കഴിഞ്ഞാൽ അവരിപ്പോൾ വരും. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ. Just to find somewhere that finally feels like home. I hate all this overthinking. The more I swim, the more I'm sinking. Take me to a world of silver. No more heartbreaks, tears, painkillers. Take me somewhere unfamiliar. Bring me back to where. ഗായ്സ്, നമ്മളേ ഒരു KL വണ്ടി കണ്ടു കേട്ടോ. അപ്പോൾ അവർ കൈ കാണിച്ചു, അപ്പോൾ അവർ ഓണൊക്കെ അടിച്ചേ. ഞങ്ങൾക്ക് അവരോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരെ മുമ്പിൽ ടോൾ ബൂത്ത്, ഞങ്ങൾ ടോൾ ബൂത്ത് കഴിഞ്ഞ് പോകുന്നു. പിന്നെ ഞങ്ങൾ സ്ലോ ആയിട്ട് ഇങ്ങനെ കുറേ നേരം ദൂരം പോകുന്നു നോക്കി, അവരെ കണ്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നാണ്.
അപ്പോൾ ഇനി അവർ നോക്കുകയാണ്, അവർ വരികയാണെന്നുണ്ടെങ്കിൽ അവർ സംസാരിക്കാൻ കിട്ടുകയാണെങ്കിൽ സംസാരിക്കാമെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഏകദേശം ഞങ്ങൾ ആ ടോൾ ബൂത്തും അവരെ കണ്ടതിന് ശേഷം ഏകദേശം 7 കിലോമീറ്ററോളം പോന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ സ്ലോ ചെയ്ത് പോകുന്നു, അവരെ കണ്ടില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ടായതുകൊണ്ട് കുറച്ച് വേഗം പോകുന്നു. ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് ആവുമല്ലോ. വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ വരിക വെച്ചാൽ ഇവിടെ സംസാരിക്കും. KL02 ആണ്, കൊല്ലം രജിസ്ട്രേഷൻ വണ്ടിയാണ്. പിന്നെ ഞാൻ സെക്കൻഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എടുത്ത വണ്ടിയാണെങ്കിൽ നമ്മൾ നാട്ടുകാരൊക്കെ ആവാം, പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ ജോബിൽ നോക്കുന്നുണ്ട്. നമ്മളൊരു 10-15 മിനിറ്റ് അവരെ വെയിറ്റ് ചെയ്യുള്ളൂ കേട്ടോ. വെയിറ്റ് ചെയ്തിട്ട് അവർ വന്നില്ല വെച്ചാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറും. പിന്നെ അങ്ങനെ നമ്മൾ പോകട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ തന്നെ വെച്ചിട്ടുണ്ട് KL അവർ കാണാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ല, ജസ്റ്റ് സംസാരിക്കാം അത്ര മാത്രം. പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടായതുകൊണ്ടല്ല, നമുക്ക് എങ്ങനെയാണ് ആരെക്കൊണ്ടോ ഉപകാരം എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഇവിടുത്തെ കൃഷി കണ്ട, ഇത് പച്ചമുളകാണേ. അയ്യോ, ഓ പച്ചമുളക് ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ പച്ചമുളക്. കുറച്ച് നമ്മുടെ നാട്ടിൽ മലകളിലൊക്കെ ഉണ്ട് പച്ചമുളക്. അപ്പോൾ കുറേ ആളുകളൊക്കെ പറിച്ചിട്ട് സെയിൽ ചെയ്യുകയൊക്കെ ചെയ്യുക. നല്ല വിലയുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പച്ചമുളകിന്. പച്ചമുളക് കൃഷിയൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഇതൊക്കെ പഴയ കുറേ ഓർമ്മകളാണ്. നമ്മളെ നാട്ടിലും ഇതൊക്കെ ഉണ്ടായിരുന്നു, പഴയ കുറേ ഓർമ്മകളാണ് അതൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ. ഇപ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടില്ല. എന്തായാലും അവരെ കാണില്ല. നമ്മളിനി ഭക്ഷണം കഴിക്കാൻ പോകുമായിരിക്കും എന്തായാലും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് നിർത്തിയ സ്ഥലം കണ്ട, പക്ഷേ അവിടെ നൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അവിടെ ഭക്ഷണവും കാര്യങ്ങളൊന്നും ഇല്ല, അവിടെ അടച്ചിട്ടിരിക്കുക. അപ്പം ഇനി അടുത്ത ഏതെങ്കിലും സ്ഥലം നോക്കണം, ഇവിടെ അടക്കില്ല. നമ്മളെ പേൻ്റയിലൊക്കെ ആകെ മണ്ണായി, ചെളിയൊക്കെ ഉണ്ട്. ഓ, റോഡിലെ ചെളി മൊത്തം പേൻ്റയിലും ഒക്കെ ഉണ്ട്, ഡ്രസ്സിലൊക്കെ. അപ്പോൾ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ ഒരു പാൻറ് ഇട്ട് തന്നെ അങ്ങെത്താൻ നോക്കുക. അതെ, അണ്ടർവെയർ മാറിയിട്ട് നമ്മൾ അവിടെ പോയിട്ട് ടൈം കിട്ടിയാൽ അലക്കിയിടണം. അലക്കിയിട്ടിട്ട് മോർണിംഗ് എടുക്കാമല്ലോ. നമ്മൾ ഇത്രയും ദിവസം സ്റ്റേ ചെയ്ത സ്ഥലത്തൊന്നും അലക്കിയിടാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. കാരണം വെച്ചാൽ രാവിലത്തേക്ക് ഉണങ്ങിയില്ലെങ്കിൽ സീനല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വണ്ടി ഇருக்கு ഗായ്സ്. അവരിപ്പോൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയിട്ട് അവർ ഞങ്ങളെ കണ്ടില്ല. ഇനിയിപ്പോൾ സംസാരിക്കാൻ താല്പര്യമായിട്ടാണെന്നൊന്നും അറിയില്ല. ഞങ്ങളിനി ബാഗ് എടുത്ത് പോവാം. അവരെ പിടിക്കാൻ നമുക്ക് സുഖം. അവർ എത്ര സ്ലോ ആവും, ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും കയറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ 45 മിനിറ്റ്സിന് മേളിലായിട്ടുണ്ട്. അതെ, മോസ്റ്റ് പോപ്പുലർ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടാണ്. അതെ. അപ്പോൾ നമുക്കെന്താ അറിയാം, ഇവിടെയൊക്കെ വന്നിട്ടൊരു KL കാണുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയാം. കാരണം നമുക്ക് സംസാരിക്കാമല്ലോ. ഞാനും ജോബിൽ മാത്രമേ സംസാരിക്കുന്നുള്ളൂ, ബാക്കിയുള്ള സംസാരിക്കണമെങ്കിൽ ലാംഗ്വേജ്. ഇവന്റെ സംസാരം കേട്ടിട്ട് ഞാൻ ബോറടിച്ചു. പക്ഷേ എൻ്റെ സംസാരം കേട്ടിട്ട് ഇനി നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഒരിക്കലും ബോറടിക്കാൻ പാടില്ല. അത്രേ ഉള്ളൂ പ്രശ്നം. അങ്ങനെ പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ കൂട്ടുകാരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാരണം കുറേ കഷ്ടപ്പെട്ട ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഇവനക്കറിയാം, ഇവൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വ്ളോഗിലൊക്കെ വരുന്നത്, ഈ വീഡിയോയിലൊക്കെ വരുന്നത് മൊത്തം ഈ ട്രിപ്പിൽ. ഇവനക്കറിയാം ഞാൻ പെടുന്ന കഷ്ടപ്പാട്, രാത്രി ഉറക്കൊന്നും ഇല്ലാതെ ചെയ്യുന്നത്. ഭയങ്കര കഷ്ടപ്പാടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒന്നുമല്ല. ഒരു വ്ളോഗ് ചെയ്തൊരു എപ്പിസോഡ് ചെയ്ത് തീർക്കാൻ മാസ്റ്റർ മിനിമം കുറഞ്ഞ 2 ഹവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. 2 ഹവേഴ്സ് കൊണ്ടാണ് ഒരു എപ്പിസോഡ് സെറ്റ് ചെയ്യുന്നത്. അത്രയും കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. ഇവനൊക്കെ കിടന്ന് ഉറങ്ങും, ഞാൻ രാത്രി ഉറങ്ങില്ല. എനിക്ക് ഉറക്കം വന്നാലും ഞാൻ എണീറ്റ് ഇത്തിരി മുഖം കഴുകിയിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ ഉറങ്ങുന്നത്. വണ്ടി ഓടിക്കണം എനിക്ക് പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഇനി അവരെ പിടിക്കണം, KL വണ്ടീനെ പിടിക്കണം. അവരിത് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പ്രശ്നമില്ല, അല്ലാച്ചല്ല അവരോട് സംസാരിക്കണം. അങ്ങനെ ഗായ്സ്. അപ്പോൾ നമ്മൾക്കൊരു ഹോട്ടൽ കിട്ടി. പിന്നെ നമ്മൾ പറഞ്ഞ മലയാളീസിനെ കിട്ടിയിട്ടാണ്. അവർ കൊല്ലമല്ല, കണ്ണൂരാണ്, കണ്ണൂർ കൊട്ടിയൂരാണ്. അവരെന്തോ ഒരു മാരേജിൻ്റെ ഫംഗ്ഷനുമായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ KL02, പിന്നെ ഇവിടെ ഒരു വണ്ടി കേട്ടോ KL78. ഇപ്പോൾ ഈ ഹോട്ടലിൽ കയറിയപ്പോൾ കുറേ മലയാളീസൊക്കെ കേട്ടോ. ഇവിടെ ഭക്ഷണം കഴിക്കണം. പിന്നെ ഇവർക്ക് നമ്മുടെ ചാനലൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. പിന്നെ വീണ്ടും വിടണം. ഞാൻ പോയി ഫുഡ് സെറ്റ് ചെയ്തു. നീ ഫുഡൊന്ന് പറ്റി പറയാം ഗായ്സ്. നമ്മൾ റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. റൈസ് കിട്ടി. പിന്നെ എന്തൊക്കെയോ കറിയൊക്കെ ഉണ്ട്, അത് കഴിക്കണം. പിന്നെ ഒപ്പമെല്ലാം മലയാളീസൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അവർക്കെന്തോ കല്യാണം പ്രോഗ്രാമൊക്കെ ആയിട്ട് അവർ ഹൈദരാബാദ് പോകണം. എന്തായാലും
കാണാം. ഒരു ഫാമിലിയാണ് കേട്ടോ, അത് നമ്മൾ സംസാരിക്കുന്നില്ല. ഗായ്സ് അങ്ങനെ ഭക്ഷണം കഴിച്ചിറങ്ങി. ഭക്ഷണം എനിക്കധികം കഴിക്കാനൊന്നും കഴിയുന്നില്ല, കാരണം വെച്ചാൽ നമ്മൾ കഴിച്ചില്ലാതെ ഭക്ഷണമല്ലേ. പക്ഷേ കഴിച്ചു, വിശപ്പിടാണ്ട് കഴിച്ചു, ഭക്ഷണം കഴിച്ചു. ഒരു വെള്ളമൊക്കെ മേടിച്ചു. നമ്മൾ അവിടുന്ന് അവർ വേറെ മിനറൽ വാട്ടർ വേണോ ചോദിച്ചു. അത് വേണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു, അത് കുടിച്ചു. അത് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി വേറെ മിനറൽ വാട്ടർ മേടിക്കണം. ഇതിനുവേണ്ടി ജോലി പോയിക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനി എപ്പോഴാണ് ഹൈദരാബാദ് എത്തുന്നത് അറിയില്ല. ഹൈദരാബാദൊക്കെ ഏകദേശം 120 കിലോമീറ്ററൊക്കെ ഉള്ളൂ. ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചു. നമ്മൾ ഹൈദരാബാദ് റൂട്ടിൽ തന്നെയാണ്. നമുക്കിനി ഹൈദരാബാദിലേക്ക് ഏകദേശം 60 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോട്ടോ. പിന്നെ വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാരെ കൊണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ.